ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഡിസ്കൗണ്ട് ആണ്, 2 ദിവസം കൂടി ഡിസ്കൗണ്ട് ഉണ്ട്. ഓഗസ്റ്റ് മാസം 2026 ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്കൊന്ന് പോകാം. ഈ വ്യക്തി നിങ്ങളെ ഓർത്തുകൊണ്ട് കരയുകയാണ്. ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? ഈ വ്യക്തി നിങ്ങളെ ഏത് രീതിയിലാണ് കാണുന്നത്? ഏത് തരത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത്? നിങ്ങളുടെ പ്രണയത്തിന് പ്രാധാന്യം നൽകുന്നുണ്ടോ? ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ നിന്നും പഠിച്ചിട്ടുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ സത്യസന്ധത ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നത് കറേജ് ടേക്കിംഗ് ഓൺ ചാലഞ്ചേഴ്സ് എന്നാണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയും ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എന്ന് പറയുന്നു. നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഇടമാണ്. എന്തിനേയും മറികടക്കാനുള്ള, അല്ലെങ്കിൽ എന്തിനേയും തോൽപ്പിക്കാനുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യവും തൻ്റെ ഇടവുമാണ് ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു റിസ്ക് പിടിച്ചൊരു റിലേഷൻഷിപ്പാണിത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആ ഒരു ചാലഞ്ചിങ്, അതായത് ആ ഒരു കടമ്പകൾ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകൾ, പരീക്ഷണം, ആ പരീക്ഷണത്തിൽ ഈ വ്യക്തി വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. കാരണം ഈ പേഴ്സൺ ഒരിക്കലും നെവർ ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. അതായത് ഒരു ബുദ്ധിമുട്ടുണ്ടായി, ആ ബുദ്ധിമുട്ടിന്റെ മുന്നിൽ മുട്ടുമടക്കിയിട്ടില്ല. ആൻഡ് ഓൾസോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ യു ഹാവ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. നിങ്ങൾക്ക് രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ റീഡിംഗ് കാണുന്നത് ഒരു 100 പേരാണ്, അല്ലെങ്കിൽ ഒരു 1000 പേരാണെങ്കിൽ പോലും അതിലൊരു 90% ആൾക്കാർക്കും ഇതൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ്, മുജ്ജന്മ ബന്ധം തന്നെയാണ്. ആൻഡ് ഓൾസോ പാസ്റ്റ് ലൈഫ് എനർജി വരുമ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് കർമ്മകൾ ഉണ്ടാവും. അതായത് ആ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത് തീർക്കാതെ ബാക്കി വെച്ച് പോയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതിൻ്റെ തുടർക്കഥയാണ് ഈ ഒരു ലൈഫിൽ, ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പറയുകയാണെങ്കിൽ റിവീൽ വാട്ട് നീഡ്സ് ടു ബി സീൻ എന്നാണ്. എന്താണ് ഇവിടെ കാണേണ്ടത്? അല്ലെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ കണ്ടിരുന്ന പല കാര്യങ്ങളും പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ചിലപ്പോൾ നല്ല വ്യക്തിയാണ് എന്ന് വിചാരിക്കുന്ന ആൾ മോശപ്പെട്ട വ്യക്തിയായിരിക്കും, മോശമാണ് എന്ന് വിചാരിക്കുന്ന ആൾ നല്ല വ്യക്തിയായിരിക്കും. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കാണേണ്ടത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥ സത്യം എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിലോ ആഴ്ചകളിലോ മാസങ്ങളിലോ നിങ്ങൾ രണ്ടുപേരും പല കാര്യങ്ങളും കാണാൻ പോകുന്നു. അത് ഈ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അത് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങളുടെ വിശ്വാസം തെറ്റിക്കുന്നതായിരിക്കാം. അതായത് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ പേഴ്സണാണ് തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റുകാരി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിരപരാധിയായിരിക്കും.
അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നു, പക്ഷെ നിങ്ങൾ നിരപരാധിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പലവരുടെയും നിരപരാധിത്യം തെളിയുന്ന അല്ലെങ്കിൽ പലവരുടെയും വിശ്വാസത്തെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത്. അതിൽ പലതും നിങ്ങൾ കാണാത്തത് കാണും, കണ്ട കാര്യങ്ങൾ ചിലപ്പോൾ കള്ളമായിരിക്കും, അങ്ങനെയൊക്കെ വരാം. ഓക്കെ. ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഗോയിങ് ഫോർവേഡ് ആണ്. അതായത് മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ, അത് പിന്നോട്ടില്ല. ഓക്കെ. പുറകിലേക്ക് പോകാൻ ഈ വ്യക്തി തയ്യാറല്ല, മുന്നിലേക്ക് തന്നെ പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ തയ്യാറായിട്ട് നിൽക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് ഒരു തരത്തിലും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. കാരണം ഈ പേഴ്സൺ അറിയാം, നിങ്ങളില്ലെങ്കിൽ ഈ പേഴ്സൺ ഇല്ല എന്നുള്ള കാര്യം ഈ പേഴ്സണ് നന്നായിട്ട് അറിയാം. അതുപോലെ ഈ പേഴ്സൺ ഇല്ലെങ്കിൽ നിങ്ങളും ഉണ്ടാകില്ല, അത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എവിടെയും ഇത് നിർത്തിക്കളയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും എന്താ പറയുക, ഈ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത്. അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു മനോധൈര്യം, അല്ലെങ്കിൽ ഒരു എന്താന്ന് എനിക്കത് പറയാൻ പറ്റുന്നില്ല, എന്തോ ഒരു സത്യം ഈ വ്യക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് നിങ്ങളെ ഓർത്ത് വിഷമിക്കുകയാണ് ഈ പേഴ്സൺ. നിങ്ങളിപ്പോൾ ഈ പേഴ്സന്റെ കൂടെ ഇല്ലായിരിക്കാം, നിങ്ങൾ ഒരുപാട് അകലെ ആയിരിക്കാം, നിങ്ങൾ രണ്ടുപേരും വേറെ വേറെ രാജ്യത്തായിരിക്കാം, വേറെ സ്ഥലങ്ങളിലായിരിക്കാം. ഓക്കെ. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലായിരിക്കാം രണ്ടുപേര് ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് കാണണം എന്ന് ആഗ്രഹം ഉണ്ടാകാം, പക്ഷെ പറ്റാത്ത അവസ്ഥയായിരിക്കാം. സോ നിങ്ങളെ ഓർത്ത് ഈ വ്യക്തി വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ വ്യക്തി കരയുന്നുണ്ട് എന്ന് കരുതി ഈ വ്യക്തി എന്താണ്, ബലവാനല്ല, അല്ലെങ്കിൽ ബലമില്ലാത്ത ആളാണ് എന്ന് വിശ്വസിക്കരുത്. ഈ വ്യക്തിക്ക് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും തൻ്റെ ഇടമുണ്ട്, വിശ്വാസമുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇല്ലായ്മയിൽ, നിങ്ങളുടെ ആ ഒരു അഭാവം മൂലമാണ് ഈ വ്യക്തിക്ക് വിഷമങ്ങൾ വരുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ ദ എക്സ്പ്രസ് യുവർ ലവ്. കുറേ നാളുകളായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും മര്യാദക്കുള്ളൊരു റൊമാൻറ്റിക് ഗസ്റ്ററായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലായിരിക്കാം. ഓക്കെ. നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു പ്രണയം, ഓക്കെ, അത് മര്യാദക്ക് എക്സ്പ്രസ് ചെയ്ത് മുന്നോട്ട്, ആ ഒരു റൊമാൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടൊന്നും നിങ്ങൾക്ക് പറ്റിയിട്ടില്ലായിരിക്കാം. അവിടെ നിങ്ങൾ ആസ്വദിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാകാം, പല വ്യക്തികളും നുഴഞ്ഞു കയറിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം. പക്ഷെ അതൊക്കെ ഒന്ന് ഓർക്കുക, അത് കൂടുതലും മറ്റുള്ളവരുടെ തലയിലേക്ക് കുറ്റം വെക്കാനും പറ്റില്ല. കാരണം നമുക്കിതിൽ മനസ്സിലായിരിക്കുന്നത് കൂടുതലും പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ്. സോ അവിടെ പാസ്റ്റ് ലൈഫ് കർമാസ് അവിടെ വെളിപ്പെടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുമൊക്കെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ പറയാ, എക്സ്പ്രസ് യുവർ ലവ് എന്നാണ്. പ്രണയം ഇനിയെങ്കിലും എക്സ്പ്രസ് ചെയ്ത് തുടങ്ങണം, പ്രകടിപ്പിച്ച് തുടങ്ങുന്നതേ പറ്റിയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ഡെസ്റ്റിനിയാണ്. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും കൂടുതൽ സംശയം തോന്നിയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതായത് സ്വാഭാവികമായിട്ട് നമ്മളൊരു കാര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ലോട്ട്സ് ഓഫ് ഒബ്സ്റ്റാക്കിൾസ് വരുമ്പോൾ നമുക്ക് ഡൗട്ട് ആകും. അതായത് നമ്മളൊരു സന്തോഷത്തോടൊരു കാര്യം മുന്നോട്ട് കൊണ്ടുപോവാണ്, അവിടെ ഒരുപാട് തടസ്സങ്ങൾ വരികയാണ്. അപ്പം നമുക്ക് തന്നെ സംശയം തോന്നും, ഇതെനിക്കുള്ളതാണോ, അല്ലെങ്കിൽ എനിക്ക് ഇത് പറഞ്ഞിട്ടുണ്ടോ, വിധിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് കൺഫ്യൂസ്ഡ് ആവും അല്ലേ. പക്ഷെ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് ഒരുപക്ഷെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ സംശയിച്ചിട്ടുണ്ടാകാം, ഇത് തന്നെയാണോ എൻ്റെ വ്യക്തി, ഇത് തന്നെയാണോ എൻ്റെ വഴി. ഓക്കെ. അപ്പോൾ ഇത് തന്നെയാണ്, അങ്ങനെ സംശയിച്ചു നിൽക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഉത്തരമാണ്, ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ തന്നെയാണ്. ചിലപ്പോൾ 1, 2, 3 ഡെസ്റ്റിനിയൊക്കെ ഉണ്ടാകാം. ഓക്കെ. അത് പാസ്റ്റ് ലൈഫായിട്ട് വരുന്ന ആൾക്കാരുണ്ട്, ഈ ജന്മത്തിൽ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. സോ ചില ആൾക്കാർക്ക് ഒരൊറ്റ ഡെസ്റ്റിനി ഉണ്ടാവുള്ളൂ, ചിലർക്ക് 1, 2, 3 ഡെസ്റ്റിനി വരെയൊക്കെ വരും. ഓക്കെ. അപ്പോൾ ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയാണെന്നാണ് കാണിക്കുന്നത്, അതോർത്ത് നിങ്ങൾ സംശയിക്കണ്ട. ഓക്കെ. ആൻഡ് ഓൾസോ ദി വിസാർഡ് ഓഫ് അവയർനെസ്. അതായത് നമ്പർ 3 ആണ് കിട്ടിയിട്ടുള്ളത്. 3 എന്ന് പറയുന്നതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു സ്പിരിച്വൽ പവർ ഉള്ള ഒരു നമ്പർ കൂടിയാണ്. ആൻഡ് ഓൾസോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കംപ്ലീറ്റ്ലി നിങ്ങളെക്കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഉത്കണ്ഠ വന്നു തുടങ്ങിയിട്ടുണ്ട്, ആങ്സൈറ്റി അല്ലെങ്കിൽ കൺസേൺ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ കാത്തു സൂക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്, ഈ റിലേഷൻഷിപ്പിനെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഈ പേഴ്സൻ്റെയും ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു
ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആദ്യമൊക്കെ ഓക്കെ വേണമെങ്കിൽ ശരിയാകട്ടെ, ശരിയായാലും ശരിയായില്ലെങ്കിലും എനിക്കൊന്നുമില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ശരിയാകണം, അല്ലെങ്കിൽ ശരിയാക്കി പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ല എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു കൺസേൺ വന്നിട്ടുണ്ട്, മനസ്സിലായി, ആ ഒരു ഉത്കണ്ഠ, അല്ലെങ്കിൽ ഓക്കെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യണം, ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല, ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, ഞാനിത് കംപ്ലീറ്റ് ചെയ്യും. കാരണം അതാണ് നമുക്ക് ഫസ്റ്റ് കാർഡ്, നമുക്ക് വാരിയർ ആണ് കിട്ടിയിട്ടുള്ളത്, ഒരു പടയാളിയാണ്, അല്ലെങ്കിൽ ആ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് തൻ്റെ ആ ഒരു കോൺഫിഡൻസ് എല്ലാം എടുത്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിനെയാണ് നമുക്ക് ആദ്യമേ കിട്ടിയിട്ടുള്ളത്. ഇറ്റ്സ് എ ഗേൾ ഓർ ബോയ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ജെൻഡർ നോ മാറ്റേഴ്സ്. ഓക്കെ, അത് ഒരു മാറ്റർ അല്ല, ജെൻഡർ ഒരു മാറ്റർ അല്ല, പക്ഷെ അവിടെ ആ ഒരു എനർജീനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത്. ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 2 ദിവസവും കൂടി ഡിസ്കൗണ്ട് ഉള്ളൂ. ഓഗസ്റ്റ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ അറിയിക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ വാട്സപ്പ് നമ്പർ, പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. സോ ബൈ.